അസ്സലാമലൈക്കും. കണ്ണൂർ ഗ്രാൻഡ്മ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് ഗ്രില്ലില്ലാതെ ഫ്രൈപ്പാനിൽ ഉണ്ടാക്കുന്ന ഒരു ബീഫ് കബാബ് റെസിപ്പിയുമായിട്ടാണ്. അതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: 1 കിലോ എല്ലില്ലാതെ ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ, ചില്ലി ഫ്ലേക്സ് 2 ടീസ്പൂൺ, 1 ടേബിൾ സ്പൂൺ കഷ്ണ മല്ലി, കുരുമുളക് പൊടി 2 ടീസ്പൂൺ, തൈര് 3 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾ 1/2 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് 1 ടീസ്പൂൺ. ബീഫിലേക്ക് എടുത്തു വെച്ച മസാലകളൊക്കെ ചേർത്ത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഞാൻ കൈ കൊണ്ടാണ് കുഴക്കുന്നത്, എന്നാലേ നല്ലപോലെ ബീഫിന് മസാലയൊക്കെ പിടിച്ച് കിട്ടുള്ളൂ. ഉപ്പും മുളകും അവരൊരാൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ബീഫിൽ മസാലയൊക്കെ ചേർത്ത് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് നമുക്ക് വേവിച്ചെടുക്കാം. കുക്കറിൽ ഇതുപോലത്തെ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്ത്, ഇതുപോലത്തെ ഒരു അരിപ്പ, ഇത് കുക്കർ വാങ്ങിക്കുമ്പോൾ കിട്ടുന്നതാണ്. നിങ്ങളുടെ അടുത്ത് ഇതില്ലെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്താൽ മതി. ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുക. കുക്കർ അടച്ച് ഫുൾ ഫ്ലെയിമിൽ വെക്കുക. ഒരു വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് വേവിക്കുക. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യും. കുക്കർ തുറന്ന് നോക്കാം. ബീഫൊക്കെ നല്ലപോലെ വെന്ത് കാണും. നല്ലപോലെ ബീഫ് വെന്തിട്ടുണ്ട്. കുക്കറിന് നല്ല ബീഫ് ഇറക്കി വെക്കാം. നല്ല ചൂടാണ്, അതുകൊണ്ട് തന്നെ നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാൻ. കൈ പൊള്ളിപ്പോവും. ബീഫ് തണിഞ്ഞതിന് ശേഷം ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് സ്റ്റിക്കിൽ കോർക്കുക. നല്ലപോലെ വെന്ത ബീഫായതുകൊണ്ട് പെട്ടെന്ന് തന്നെ സ്റ്റിക്കിൽ കോർത്തെടുക്കാൻ പറ്റും. രണ്ടെണ്ണം ഞാൻ ബീഫ് മാത്രമായിട്ടും 2 ക്യാപ്സിക്കം, ഉള്ളിയും തക്കാളിയും ഒക്കെ ചേർത്തിട്ടാണ് ആക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളിഷ്ടം പോലെ ചെയ്യാം. ബീഫ് മാത്രമെങ്കിൽ ബീഫ് മാത്രം, പിന്നെ അതുപോലെ തക്കാളിയും ക്യാപ്സിക്കം ഒക്കെ ഇട്ടിട്ടാണെങ്കിൽ അതുപോലെയും ചെയ്യാം. സ്റ്റൗ ഓണാക്കി അതിൽ ഫ്രൈ പാൻ വെച്ച് കൊടുക്കാം. ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ മെല്ലെ തയ്യാറാക്കി വെച്ച കബാബ് വെച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് വേവിക്കേണ്ടത്. എന്താ ബീഫായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് പൊരിഞ്ഞ് കിട്ടും. ഓരോ സൈഡിലും ഒരു 2 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചാൽ മതി. അതുപോലെ 1-2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് വെക്കണം. പിന്നെ ഒരു കാര്യം, എൻ്റെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ല ജ്യൂസി ടേസ്റ്റി കബാബ് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇത് ഉണ്ടാക്കി വെക്കണം. നല്ല ടേസ്റ്റാണ്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. താങ്ക് യു.